അല്ലെങ്കിൽ പറ നിങ്ങൾ അതിന്റെ വസ്തുത പറയുന്നവര് ഞാൻ മാറ്റിക്കളയാം. ശിവകുമാർ പറഞ്ഞ ഇതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് വേറെ എന്ത് പദം ഉപയോഗിക്കുക? പറഞ്ഞോ, പറയണ ആ പദം ഞാൻ ഉപയോഗിച്ചോളാം, എനിക്കെന്ത് വിഷമം? ഭ്രാന്ത് എന്നല്ലാതെ എന്ത് പദമാണ് ഉപയോഗിക്കുക? പൗരാണികമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം തന്നെ പെരിഞ്ചല്ലൂര് എന്ന ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത്. പെരിഞ്ചല്ലൂര് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രാമങ്ങളായിരുന്നു. ആ രീതിയിൽ കടന്നു വന്ന ആര്യന്മാരുടെ കടന്നു വരുന്ന പ്രവേശന കേന്ദ്രമായിരുന്നു ഈ തളിപ്പറമ്പ്. അവിടെയാണ് പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്ര ആചാരമൊന്നും ഈ ശിവകുമാർ പറയുന്ന രീതിയിലുള്ളതല്ല. അതാ ഞാൻ പറഞ്ഞ ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെയുള്ള തോന്നിയാസം പറഞ്ഞാൽ അതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് എന്താ പറയാ, എന്ത് പദപ്രയോഗം വേണം? പിന്നെ സുധാകരൻ പറയട്ടെ, എന്നാലും സുധാകരൻ അറിയുന്നതാണല്ലോ. അപ്പൊ ഒന്നും മനസ്സിലായില്ല. പിന്നെ രണ്ടാമത്തേതാ കളവാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്ന രീതിയിലുള്ള കളവ് പറഞ്ഞാൽ ആ കളവിന് വേറെന്താ വില പറയാ? രണ്ട് കമ്പനി, ഒരു കമ്പനി ഇവിടെ, മറ്റൊരു കമ്പനി വിദേശത്ത്. ആ കമ്പനി ഈ കമ്പനി നമ്മൾ യാതൊരു ബന്ധമില്ലാതെ വ്യക്തമാക്കപ്പെട്ടാൽ അതിന് കളവ് എന്നല്ലാണ്ട് വേറെന്താ പറയാ? അത് ആഘോഷിക്കാൻ മനോരമ പോലുള്ള പത്രങ്ങൾ കളവാണ്. ആ പദം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ വേണമെങ്കിൽ ആ പദം മാറ്റി ആ പദം ഉപയോഗിക്കാം. എനിക്കതിൽ ഇന്ന പദം ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ അനുയോജ്യമായ രണ്ട് പദം ഉപയോഗിച്ചു. ഒന്ന് കളവ് എന്ന് ഉപയോഗിച്ചു, മറ്റൊന്ന് ഭ്രാന്ത് എന്ന് ഉപയോഗിച്ചു. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിനപ്പുറം പറയേണ്ടതാണ്. അത് തീരുമാനിച്ചാൽ അത് ഇലക്ഷൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കത് വിശദമായിട്ടാണ് ഒന്നും ആലോചിച്ചു. അല്ല, ഞങ്ങൾ ആലോചിച്ചില്ല. നിലയിൽ ആലോചന ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അത് സംബന്ധിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. ഇന്നിപ്പോൾ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു, ഇന്നത്തെ സെക്രട്ടേറിയറ്റും ആലോചിച്ചില്ല. ആവട്ടെ, അതിന് സമയമുണ്ട്. അതാണ് അവർക്ക് ഈ ശുചീകരണ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ക്രിയാത്മകമായ ഒരു പ്രവർത്തനവും നടത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നല്ലപോലെ കള്ളും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമ്പൊന്നും കൊണ്ട് തല്ലിയാണ്. അതിനെപ്പറ്റി ഞാനിപ്പോൾ വിശദീകരിക്കുന്നൊന്നുമില്ല. അതിലെ കോൺഗ്രസ്സുകാർ തന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശദീകരണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘടനയുടെ ഏറ്റവും അവസാനത്തെ സ്ഥിതിയായതല്ല. പിന്നെ അതിനെപ്പറ്റിയൊന്നും ഞാനിപ്പോൾ വിഷമിച്ചുകൊണ്ടോ വിശദീകരിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല. KSU എന്നൊക്കെ പറയുന്ന ഒരു സംഘടന യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിൻ്റെ ചരിത്ര ദൗത്യം അവസാനിപ്പിച്ച് അതിൻ്റെ അവസാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കള്ളും കുടിക്കും, തല്ലും ചെയ്യും, എല്ലാ കാര്യവും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനെ കരയ്ക്കാൻ വേണ്ടി വേറെ